മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഏറ്റവും നിലവിലെ സാഹചര്യത്തിൽ സതീശൻ ഡിസേർവ്ഡ് ഇറ്റ് ആക്ച്വലി. മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനം ഉറപ്പാണ്, അല്ലെങ്കിൽ ഡെപ്യൂട്ടി CM പ്ലസ് 4 മന്ത്രിസ്ഥാനം വേണ്ടി വരും. നേരെ മലപ്പുറം ജില്ലയിലോട്ട് വന്നു കഴിഞ്ഞാൽ ആകെ കൺഫ്യൂസ്ഡായി പോകുന്നൊരു ജില്ലയാണ്. ഏറ്റവും കൂടുതൽ മന്ത്രിമാരുണ്ടാവുന്ന ജില്ലയായിരിക്കും മലപ്പുറം ജില്ലയിൽ നിന്ന്. ഈ പറഞ്ഞ പോലെ മുസ്ലിം ലീഗിന് 3 മന്ത്രിമാരുണ്ടാവും. അതോടൊപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്തും അനിൽകുമാറും മന്ത്രിമാരാകുകയാണെങ്കിൽ 5 പേരായി അവിടെ നിന്നുള്ള ആലോചിക്കണം. എം ലിജുവിനെ പോലെ ആളെന്നൊക്കെ പറഞ്ഞാൽ ക്യാബിനറ്റിലേക്ക് വരാൻ യോഗ്യനായിട്ടുള്ള ആളാണ് എം ലിജു. നമസ്കാരം. നമസ്കാരം. രാജൻഭായി, കേരളത്തിന്റെ UDF അതിഗംഭീരമായ ഒരു വിജയമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടതുണ്ട്, അതോടൊപ്പം തന്നെ മന്ത്രിമാരെ തീരുമാനിക്കേണ്ടതുണ്ട്. അപ്പോൾ ആരൊക്കെയായിരിക്കും ഈ പുതിയ UDF മന്ത്രിസഭയിൽ അംഗങ്ങളാവാൻ സാധ്യതയുള്ളത്? ഈ അതിഗംഭീരമായ വിജയം എന്ന വാക്ക് അക്ഷരാർത്ഥത്തിൽ യോജിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. ഇപ്പോൾ കഴിഞ്ഞ തവണ 99 സീറ്റ് കിട്ടിയിട്ട് LDF അധികാരത്തിൽ വന്നു. രണ്ടാം വട്ടവും സർക്കാർ ആവർത്തിച്ച് വന്നു. 2016 വന്നു, 2021 വിജയം ആവർത്തിച്ചു. 2011 78-62 ആണ് ഈ ഉമ്മൻചാണ്ടി സർക്കാർ വരുന്നത്. ഇതിനകത്തൊന്നും അത്ഭുതം എനിക്ക് തോന്നിയില്ല. കാരണം 2008 മണ്ഡലം പുനർനിർണയത്തിന് ശേഷം നടന്ന 4ാമത്തെ തെരഞ്ഞെടുപ്പാണിത്. മണ്ഡലം പുനർനിർണയത്തിൽ LDF ആകാശം ഇടിഞ്ഞു വീണാലും അറബിക്കടൽ ആർത്തരമ്പി വന്നാലും എന്തു തന്നെ സംഭവിച്ചാലും ശരി 65 സീറ്റ് ഫിക്സഡ് സീറ്റ് ഉണ്ടാക്കി വെട്ടിയതാണ്. അവർ ബുദ്ധിജീവികളാണ്, അറിയാമല്ലോ. അവർ ഭയങ്കര വലിയ ബുദ്ധിജീവികളാണ്. കാരണം കേരളത്തിലുള്ള 3.5 കോടി മനുഷ്യരുടെയും കൂടി കൊടുക്കേണ്ടുന്ന തലച്ചോറ് ദൈവം അവർക്ക് കുറച്ച് പേർക്കായിട്ട് കൊടുത്തേക്കാണ്. അതിൻ്റെ പകുതിയിലേറെ സാധനവും. കാരണം അവന്മാരെ തലയുടെ പുറത്തോട്ട് കാണുന്നില്ലെന്നേ ഉള്ളൂ. ഇതിനകത്ത് മുഴുവൻ തലച്ചോറാണ്, വേറെയുള്ള സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവരങ്ങനെ വെട്ടിയുണ്ടാക്കിയിട്ടുള്ളതാണ്. പക്ഷേ എല്ലാ കണക്കൂട്ടലുകൾക്കും അപ്പുറത്ത് പാർട്ടി വോട്ടുകൾ എന്നൊന്ന് കേരളത്തിൽ ഇനിയില്ല എന്നത് ഒരു 10% മാത്രമേ എല്ലാ പാർട്ടിക്കും ഫിക്സഡ് ഡെപ്പോസിറ്റ് പാർട്ടി വോട്ടുകളുള്ളൂ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചിരിക്കുകയാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ മനോഹാരിതി എന്ന് പറയുന്നത്. അതായത് ട്രെൻഡിനനുസരിച്ച് മാറാം, എപ്പോഴേലും മറിച്ചു കുത്താം, തിരിച്ചു കുത്താം എന്നുള്ള രീതിയിലേക്ക്, പ്രത്യേകിച്ചും ജെൻസി കാലഘട്ടത്തിൽ പുതിയ വോട്ടർമാർ കന്നി വോട്ടർമാർ ഏറ്റവും കൂടുതൽ വന്നിട്ട് വോട്ട് ചെയ്തതാണ്. പ്രത്യേകിച്ച് SIR വിഷയമൊക്കെ നിൽക്കുന്നതുകൊണ്ട് പോളിംഗ് ശതമാനം കൂടി. അങ്ങനെയുള്ള സമയത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇഷ്യൂ ബേസിൽ കാര്യങ്ങളെ കാണുകയും അതായത് ട്രെൻഡിനനുസരിച്ച് വോട്ട് ചെയ്യുകയും ചെയ്യുന്നവരാണ്. അല്ലാതെ അവർക്ക് ചിഹ്നം കണ്ടാൽ കൈ വറയ്ക്കുന്ന പ്രശ്നമൊന്നുമില്ല, ഒരു ചിഹ്നത്തോടും അവർക്ക് അഡിക്ഷനില്ല. അതൊരു നല്ല പൊളിറ്റിക്സ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഈ അന്ധമായ കമ്മ്യൂണിസ്റ്റുകാർ, അന്ധമായ കോൺഗ്രസ്സുകാർ, അന്ധമായ BJPക്കാരെന്നൊക്കെ പറയുന്നത് സിസ്റ്റത്തിൽ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ അങ്ങനെ ഒരു ബേസ് വോട്ടിനകത്ത് വലിയ ക്രോസ് വോട്ടിങ് നടക്കാത്ത ഒരു പാർട്ടി മുസ്ലിം ലീഗ് മാത്രമേ ഉള്ളൂ നിലവിൽ കേരളത്തിനകത്ത്. എന്തായിരുന്നാലും 21 പേരെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റും, CM ഉൾപ്പെടെ. അതിന് പുറമെ ഒരു ഗവൺമെൻറ് ചീഫ് വിപ്പ് വരും, ഒരു സ്പീക്കർ വരും, ഒരു ഡെപ്യൂട്ടി സ്പീക്കർ വരും. 24 പൊസിഷൻ അങ്ങനെ വരും. പിന്നെ വേണമെങ്കിൽ KV തോമസിനെയും സമ്പത്തിനെയൊക്കെ ഇരുത്തിയ മാതിരി ദില്ലിയിലൊരു ക്യാബിനറ്റ് പദവി ഉണ്ടാക്കാം. പണ്ട് ബാലകൃഷ്ണ പിള്ളയെ അക്കോമഡേറ്റ് ചെയ്തതുപോലെ മുന്നോക്ക കമ്മീഷൻ ചെയർമാൻ എന്ന് പറഞ്ഞൊരു ക്യാബിനറ്റ് റാങ്ക് ഉണ്ടാക്കാം. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ എന്ന് പറഞ്ഞൊരു ക്യാബിനറ്റ് റാങ്ക് ഉണ്ടാക്കാം. പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ വേണമെങ്കിൽ ക്യാബിനറ്റ് റാങ്ക് കൊടുക്കാം. നിലവിൽ ക്യാബിനറ്റ് റാങ്ക് അല്ല പ്ലാനിംഗ് ബോർഡ് ചെയർമാനുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ വേണമെങ്കിൽ രാജൻ ജോസഫിനും ക്യാബിനറ്റ് റാങ്ക് തരാം വേണമെങ്കിൽ. അങ്ങനെയൊക്കെ അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ സർക്കാരിനകത്തുണ്ട്. കാറും സ്റ്റാഫും ഒക്കെ കൊടുക്കാം എന്നുള്ള സ്ഥിതിയുണ്ട്. അത് തുടങ്ങി വെച്ചത് ചീഫ് വിപ്പിനെ ആദ്യം കൊണ്ടുവരുന്നത് UDFൻ്റെ ഭരണ സമയത്ത് ലീഗാണ് കൊണ്ടുവരുന്നത്. അന്ന് അതിനെ എതിർത്തവർ തന്നെ TK ഹംസയെ ചീഫ് വിപ്പാക്കി. ആദ്യത്തെ ചീഫ് വിപ്പ് PC ജോർജ് അല്ലേ? അല്ലല്ല, PC ജോർജ് ചീഫ് വിപ്പ് ആവുന്നത് കുറെ കഴിഞ്ഞിട്ട്. അതിനു മുമ്പ് ആദ്യം ചീഫ് വിപ്പ് ആവുന്നത് KP മജീദാണ്. KP മജീദും ആയിരുന്നില്ല, ക്ഷമിക്കണം, സീതിയാജി ആയിരുന്നു. സീതിയാജി മരണപ്പെട്ട സമയത്ത് KP മജീദ് ആ ചുമതലയിലേക്ക് വരുന്നു. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ. എനിക്ക് 91 കരുണാകരൻ സർക്കാരിൻ്റെ സമയത്താണ് ഒരാളെ ക്യാബിനറ്റിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ റാങ്ക് കൊടുക്കുക, സ്റ്റാഫ് കൊടുക്കുക, കാറ് കൊടുക്കുക, വസതി കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. ജനങ്ങൾക്ക് ഒരു അധിക ബാധ്യത. അല്ലെങ്കിൽ ഇവന്മാരെല്ലാം ബാധ്യതയല്ലേ? ഇന്നലെ ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ വരണം എന്നുള്ള അഭിപ്രായം എനിക്ക്. ലക്ഷദ്വീപിലെ പോലെ ഇവിടെ ആര് വന്നാലും എല്ലാം ബാധ്യതയാണ്. കട്ടം മുടിച്ചും തിന്നിട്ട് 10-25 സ്റ്റാഫിനെ കൊണ്ട് നിർത്തി വെച്ചിരിക്കുന്ന എല്ലാ പാർട്ടിക്കാരും കണക്കാക്കരുത്. രാഷ്ട്രീയത പറയുകയാണെന്ന് കരുതരുത്. ഞാൻ തികഞ്ഞ രാഷ്ട്രീയവാദിയാണ് എന്നാൽ തന്നെ പറയുക. അപ്പോൾ പിന്നെ കുറേ ബാധ്യതകൾ ചുമക്കുന്ന കൂട്ടത്തിൽ ഒരു ബാധ്യതയും കൂടെ അങ്ങ് ചുമക്കുന്ന കണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. മൊത്തം എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ 3.5 CR എന്നങ്ങ് കണക്കൂട്ടിയാൽ മതി. അപ്പോൾ പിന്നെ ഓരോരുത്തർക്ക് ഇച്ചിരിച്ച പൈസയെ പോകത്തുള്ളൂ. അപ്പോൾ 24 പദവികളാണ് പ്രധാനമായിട്ട്. ബാക്കിയുള്ളതൊക്കെ ഭരണപരിഷ്കാര കമ്മീഷനും ബാക്കിയുള്ളതൊക്കെ മാറ്റിക്കളാം. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള 24 പദവികൾ വരുന്നു. മുഖ്യമന്ത്രി ആരാവുമെന്നത് ഇപ്പോഴും വലിയ ചർച്ചയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഏറ്റവും നിലവിലെ സാഹചര്യത്തിൽ സതീശൻ ഡിസേർവ്ഡ് ഇറ്റ് ആക്ച്വലി. പക്ഷേ ചെന്നിത്തല എവിടെയുണ്ട്, KC വേണുഗോപാലിന്
ആണ് നിയമസഭാ കക്ഷിയിൽ ഏറ്റവും ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയുള്ളതും അദ്ദേഹം വന്ന് ലോഞ്ച് ചെയ്യാനുള്ള സാധ്യതയും ഞാൻ മുൻകൂട്ടി കാണുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പിന്നീട് പോകാം. അതിൻ്റെ കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ അതിൻ്റേതായ സമയത്ത് തക്കതായ സമയത്ത് യുക്തമായ രീതിയിൽ നമ്മൾ വിലയിരുത്തും. അതിൽ യാതൊരു സംശയവും ഇല്ല. അതൊക്കെ വരട്ടെ, നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. കാസർഗോഡ് ഇങ്ങോട്ട് വരാം. മുസ്ലിം ലീഗിൻ്റെ മഞ്ചേശ്വരത്ത് നിന്ന് വിജയിച്ച AKM അഷ്റഫ് മന്ത്രിസഭയിലുണ്ടാവും. മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനം ഉറപ്പാണ്, അല്ലെങ്കിൽ ഡെപ്യൂട്ടി CM പ്ലസ് 4 മന്ത്രിസ്ഥാനം വേണ്ടിവരും. AKM അഷ്റഫ് നല്ല മികച്ച വിജയം മഞ്ചേശ്വരത്ത് സമീപകാലത്തെ കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഏറ്റവും മികച്ച വിജയമാണ്. ഒരു തവണ മുസ്ലിം ലീഗ് അവിടെ 3-ാം സ്ഥാനത്ത് പോയത് കൂടിയാണ്, ചെറുക്കുളമാണെന്ന് തോന്നുന്നു. അന്ന് CH കുഞ്ഞമ്പു അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ച സമയത്ത് ലീഗ് 3-ാം സ്ഥാനത്ത് പോയതാണ്. എന്നാൽ പിന്നീട് ഇപ്പോൾ ലീഗ് തുടർച്ചയായിട്ട് ജയിക്കുന്നു. അത് കുറഞ്ഞ വോട്ടുകൾക്കായിരുന്നു. 78 വോട്ടിനൊക്കെയാണ് കെ സുരേന്ദ്രനെ തോൽപ്പിച്ച് 1000 താഴെ വോട്ടിനാണ് കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടത്. അങ്ങനെ വരുമ്പം അവിടെ ഇത്തവണ അഷ്റഫ് മിന്നുന്നൊരു വിജയം കാഴ്ചവെച്ചിട്ടുണ്ട്. അതിന് SDPയെ കൂട്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. തിരുവനന്തപുരത്ത് CPM SDPയെ കൂട്ടുപിടിച്ചിട്ട് തന്നെയാണ് നടന്നത്. അപ്പോൾ SDPയോടുള്ള ഐത്തത്തിൻ്റെ പേരൊന്നും ഇവർ പറയേണ്ട. തമിഴ്നാട്ടിൽ CPMൻ്റെയും കോൺഗ്രസിൻ്റെയും SDPയുടെയും കൂടി ഒരുമിച്ചാണ് കൂട്ടിക്കെട്ടിക്കൊണ്ടിരുന്നത്. SDPI സിന്ദാബാദ് എന്ന് ലോക്കൽ സെക്രട്ടറി മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുകയും CPM സിന്ദാബാദ് എന്ന് SDPയുടെ അവിടുത്തെ കാര്യവാഹക വിളിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ട. അപ്പോൾ വലിയ തൊട്ടുകൂടായ്മ എന്നാരും പറഞ്ഞുകൊണ്ട് വരണ്ട, അതൊക്കെ അവിടെ വീട്ടിൽ വെച്ചിട്ടാൽ മതി. അപ്പം അവിടെ നിന്നത് നേരെ കാസർഗോഡ് എന്ന് വേറെ കോൺഗ്രസ് ഇപ്പോൾ സന്ദീപാണ് ജയിച്ചേക്കുന്ന ഒന്ന്, അതേപോലെ തന്നെ ഉദുമെന്ന് ജയിച്ചിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാസർഗോഡ് നിന്ന് അഷ്റഫ്. കണ്ണൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ സണ്ണി ജോസഫ്, പേരാവൂരിൽ നിന്നുള്ള സണ്ണി ജോസഫ് മന്ത്രി സ്ഥാനത്തേക്ക് വരും. കണ്ണൂർ ജില്ലയിൽ നിന്ന് വേറെ എടുത്തു പറയാവുന്ന ആരും വരാൻ സാധ്യത എല്ലാം പുതുമുഖങ്ങളും കന്നിക്കാരും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്. TO മോഹൻ ഡെപ്യൂട്ടി മേയറൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞാലും മോഹൻ ഉൾപ്പെടെയുള്ളവരൊന്നും പരിഗണിക്കപ്പെടില്ല. മന്ത്രിസ്ഥാനത്തേക്ക് കണ്ണൂർ ജില്ലയിൽ നിന്ന് സണ്ണി ജോസഫ്. അത് കഴിഞ്ഞാൽ നേരെ വയനാട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ IC ബാലകൃഷ്ണൻ മന്ത്രിയായ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ചും NM വിജയൻ്റെ ആത്മഹത്യയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടും ജയിച്ചു വന്നു എന്നുള്ളതുകൊണ്ട്. പിന്നെ അവിടുത്തെ വലിയ ലാൻഡ് ലോഡാണ് കേട്ടോ. പറയുമ്പോൾ സംഭരണ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. IC ബാലകൃഷ്ണൻ അവിടുത്തെ ഒരു ഭൂപ്രഭുവാണ് അവിടുത്തെ. പക്ഷേ അവിടെ നിന്ന് കൽപ്പറ്റയിൽ നിന്ന് ജയിച്ച സിദ്ദിഖിനെ ആയിരിക്കും അവിടെ നിന്ന് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ളത്. അതും മുസ്ലിം മന്ത്രിമാരുടെ എണ്ണം എത്ര വരുന്നു എന്നുള്ളതിനെ ഒരു കമ്മ്യൂണൽ ഇക്വേഷൻ തകർത്തുകൊണ്ടൊരു പക്ഷേ സിദ്ദിഖിനെ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. കാരണം അപ്പുറത്ത് ആര്യാടൻ ഷൗക്കത്ത് സിദ്ദിഖ് 5 വർഷം MLA സ്ഥാനത്ത് തികച്ചെങ്കിലും ആകെ 1 വർഷം MLA ആയിട്ടുള്ളെങ്കിലും ആര്യാടൻ ഷൗക്കത്ത് തകർപ്പൻ വിജയമാണ് കാഴ്ചവെച്ചേക്കുന്നത്. കേരളത്തിന്റെ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ കോൺഗ്രസ് MLA-മാരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ്. അങ്ങനെയുണ്ട്, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ. അതിന് മേളിലേക്ക് ആരെയും പോയിട്ടുണ്ടെന്നറിയില്ല. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് MLA-മാരുടെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം ആര്യാടൻ ഷൗക്കത്തിനാണ്. അതുകൊണ്ട് അവിടെ നിന്ന് സിദ്ദിഖ് എന്നാലും പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കണക്കൂട്ടുന്നത്. നേരെ കോഴിക്കോടോട്ട് വന്നു കഴിഞ്ഞാൽ KK രമ, വടകരയിൽ നിന്ന് വീണ്ടും വിജയം ആവർത്തിച്ച KK രമ. അവർ അസോസിയേറ്റ് മെമ്പറാണ് മുന്നണിയിൽ നിന്നുണ്ടെങ്കിലും മന്ത്രിസഭയ്ക്കകത്ത് അസോസിയേറ്റ് മെമ്പർ എന്ന് പറയുന്ന സാധനമില്ല. മുന്നണി മന്ത്രിസഭയാണ്. അപ്പം എന്തായാലും അവർ പാർട്ടിയും സ്വാഭാവികമായിട്ട് മുന്നണിക്കകത്ത് അസോസിയേറ്റ് മെമ്പറല്ല. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് KK രമ മന്ത്രിസ്ഥാനത്തേക്ക് വരും. അവരതിന് അർഹയാണ്. പിന്നെ ആൾക്കാർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് ഫാത്തിമ തെഹ്ലിയ മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ വനിതാ MLA. അത് നല്ല സന്തോഷമുള്ള കാര്യമാണ് മുസ്ലിം ലീഗിൻ്റെ വനിതാ MLA ഉണ്ടായെന്നുള്ളത്. മുസ്ലിം ലീഗിൻ്റെ ഒരു വനിതാ MLA അവിടെ നിന്നും അല്ലാതെ ചരിത്രത്തിൽ ആദ്യമായിട്ട്. കാരണം ഇതിനു മുമ്പ് നൂർബീന റഷീദ് ബണ്ണിനെ മത്സരിപ്പിച്ചിട്ടുണ്ട്, ഗവർണർ നിസാൻ അൻവറിനെ മത്സരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ പരാജയപ്പെട്ടു. കാരണം ഈ സമസ്തക്കാർ മറിച്ചു കുത്തും. പേരാമ്പ്രയിൽ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഹിന്ദു വോട്ടുകളും ബാക്കിയുള്ളതൊക്കെയുള്ള സ്ഥലത്ത് ജൻസി വോട്ടുകളും ഒക്കെ കൂടി ഉള്ളതുകൊണ്ട് അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നതാണ്. അതേസമയം മലപ്പുറത്ത് വേങ്ങര ഇവിടെയും കൂടെ നിർത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ സമസ്തക്കാർ മറിച്ചു കുത്തി തോപ്പിക്കും. ആണും പെണ്ണും തമ്മിലാണെങ്കിൽ പ്രത്യേകിച്ച്, അല്ലെങ്കിൽ 2 പെണ്ണുങ്ങളായിരിക്കണം. അങ്ങനെ ഫാത്തിമ തെഹ്ലിയ പരിഗണിക്കപ്പെടില്ല. പാറക്കൽ അബ്ദുള്ള പരിഗണിക്കപ്പെടും എന്ന് ഒരുപാട് പേര് ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അത് അതിസമ്പന്നനാണ്. പാറക്കലായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്, വർഷങ്ങളുടെ ബന്ധം. അദ്ദേഹത്തിന് പ്രവാസി പ്രമുഖനാണ്. പക്ഷേ മന്ത്രി ഒന്നും ആവാനല്ല, MLA ആവാനുള്ള ഇതുപോലെ സാധനമൊന്നുമില്ല. ആൾ പാവമാണ്, സാധുവാണ്, പരോപകാരങ്ങളൊക്കെ ചെയ്യാറൊക്കെയുണ്ട്. പിന്നെ പുള്ളി ചന്ദ്രിക പത്രം ഖത്തറിൽ തുടങ്ങുന്നത് പുള്ളിയുടെ പൈസ മുടക്കിയിട്ടാണ് അവിടെ എഡിഷൻ ആരംഭിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ പാറയ്ക്കൽ ഒരിക്കലും ഒരു ക്യാബിനറ്റ് മെറ്റീരിയൽ അല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പുള്ളി അല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിൽ അടിച്ചുകൊണ്ടിരിക്കുന്നതാണ് പുള്ളിയുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. പുള്ളി MLA വീണ്ടും 2016 തൊട്ട് 21 വരെ ആയിരുന്നു. 21 കുഞ്ഞാമത് മാഷ് പുള്ളിയെ പരാജയപ്പെടുത്തി. ഇത്തവണ വീണ്ടും പുള്ളി 2016 MLA ആകുമ്പോൾ തന്നെ ഈ TP മൂവ്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് MLA ആവുന്നത്. ഇത്തവണ വീണ്ടും അദ്ദേഹം മണ്ഡലം തിരിച്ചു വിളിച്ചു. അപ്പോൾ അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടില്ല. പിന്നെ പരിഗണിക്കപ്പെടും എന്ന് പറഞ്ഞ് ഈ പറയുന്ന പോലെ ഫാൻസുകാർ ഫേസ്ബുക്കിൽ കൂടെ പ്രചരിപ്പിക്കുന്നത് ജയന്തിനെയാണ്.
KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജയന്തിനെ, കോഴിക്കോട് ഒന്നിന്ന് കോഴിക്കോട് നോർത്ത് തോട്ടത്തിൽ രവീന്ദ്രൻ്റെ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് ജയന്തിനെയും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ആരെ കൊണ്ടുവരുന്നുള്ളത് ഏറ്റവും വലിയ പ്രശ്നം. ഇവരെ ആരെ കൊണ്ടുവരുന്നുള്ളത് വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ KK രമയെ മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. കോൺഗ്രസിൻ്റെ ലീഗിൻ്റെ ആളുകളെ പിന്നെ കൊണ്ടുവരാൻ പറ്റുന്നവരില്ല. ലീഗിന് ബാക്കിയുള്ള ജില്ലയിൽ നിന്നും കൊടുക്കണ്ടേ ആൾക്കാർ? കാരണം ഒന്ന് AK അഷ്റഫിന് കാസർഗോഡ് പോയി, ഒന്ന് ഷംസുദ്ദീന് പാലക്കാട് ജില്ലയിൽ ഷൊർണൂർ കൊടുക്കണം. അവർക്ക് മൊത്തം കിട്ടുന്നത് അവർ അല്ലെങ്കിൽ ഒന്നുകിൽ ഷംസുദ്ദീൻ അല്ലെങ്കിൽ കന്യാംഗമാണെങ്കിൽ പോലും BK ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകന് കൊടുത്തുനിന്ന് വരും, B അബ്ദുൽ ഗഫൂറിന്. അതായത് അവർക്ക് കിട്ടുന്ന 5 മന്ത്രിസ്ഥാനത്ത് 2 ജില്ലയ്ക്ക് പുറത്തുനിന്ന് കൊടുക്കുക എന്നുള്ള ഒരു ധാരണയിലാണ് അവർ നിൽക്കുന്നത്. അപ്പം കോഴിക്കോട് ജില്ലയിൽ നിന്ന് KK രമയിൽ ഒതുങ്ങാനാണ് സാധ്യത. നേരെ മലപ്പുറം ജില്ലയിലോട്ട് വന്നു കഴിഞ്ഞാൽ ആകെ കൺഫ്യൂസ്ഡായി പോകുന്നൊരു ജില്ലയാണ്. ഏറ്റവും കൂടുതൽ മന്ത്രിമാരുണ്ടാവുന്ന ജില്ലയായിരിക്കും. ആര്യാണ ഷൗക്കത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും കൊടുത്തു. ആര്യാണ ഷൗക്കത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കാൻ അത് കിട്ടാൻ അദ്ദേഹം യോഗ്യത തെളിയിച്ചു. 50,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് അയച്ച് ഏകദേശം കേവലം 1 വർഷം തികയുന്നതിന് മുമ്പ് നടന്ന ബൈ ഇലക്ഷനിൽ അന്ന് അൻവറും നിന്നിട്ട് അന്ന് 10,000 ചില്ലാനും വോട്ടിന് ജയിച്ച സ്ഥാനത്ത് നിന്ന് 50,000-ൽ പരം വോട്ടായിട്ട് മാറ്റി. ഇത് ഞാൻ മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്തതാണ്. കാരണം നിലമ്പൂരിൽ ആര്യാടന് ചരിത്ര ഭൂരിപക്ഷം എന്നുള്ളതാണ് ഞാൻ അദ്ദേഹത്തോടും പറഞ്ഞിട്ടുള്ളതാണ്. ചരിത്ര ഭൂരിപക്ഷമാണ്, റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ളത്. കാരണം ആര്യാടൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന പണിയെല്ലാം CPM ചെയ്തു വെച്ചായിരുന്നു. കാശ് പഠിച്ചിട്ടാണോ അല്ലേ എന്നൊന്നും എനിക്കറിയത്തില്ല. ഷറഫലിയെ പിടിച്ചവിടെ കൊണ്ടുവന്നാക്കി. അവിടെ പന്തളി നടക്കുന്നില്ല ഇപ്പം. അപ്പോൾ ഷറഫലി പിടിച്ചവിടെ കൊണ്ടുവന്നാക്കി. പുള്ളിക്ക് ഫുട്ബോളിൻ്റെ ചിഹ്നമാണോ കൊടുത്തതെന്നുള്ളത് എനിക്കറിയില്ല. എന്തായിരുന്നാലും ആര്യാട ഷൗക്കത്ത് മന്ത്രിസഭയിൽ വരും. പിന്നെ അനിൽകുമാർ മന്ത്രിസഭയിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഉറപ്പായിട്ടും വരുന്ന കാര്യമാണ്. അത് കേസ് വരുന്ന സമയത്ത് ചിലപ്പോൾ ഇക്വേഷനിൽ മന്ത്രിസ്ഥാനത്തേക്ക് കൂടുതൽ ആളുകൾ വരികയാണെങ്കിൽ മാറി നിൽക്കുന്നതിനും അനിൽകുമാർ വിരോധം ഉണ്ടാവില്ല. പക്ഷെ അനിൽകുമാർ ആണ് അങ്ങനെയാണ് ഇവിടുത്തെ. കാരണം KCയിലെ ഇവിടുത്തെ പ്രതിപുരുഷനാണ്, അംബാസഡറാണ് പുള്ളി. ഓക്കെ, കുഞ്ഞാലിക്കുട്ടി ഫിക്സ്ഡ് ആണ്. മുഖ്യമന്ത്രി സ്ഥാനം കിട്ടും. ഷാജി, KM ഷാജി, പുതുമുഖമായിട്ട് KM ഷാജി മന്ത്രിസഭയിൽ വരും. പിന്നീടുള്ള ആളുകളിൽ നിന്ന് ആര് വരും എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. മലപ്പുറം ജില്ലയിൽ നിന്ന് 3 മന്ത്രിമാരാവാം. KM ഷാജിയായി, കുഞ്ഞാലിക്കുട്ടിയായി, പിന്നെ TV ഇബ്രാഹിം ഉണ്ട് അവിടെ. TV ഇബ്രാഹിം 3 ടൈം കഴിഞ്ഞാൽ തോന്നുന്നു. TV കൊണ്ടോട്ടിയായിരുന്നു. ഇത്തവണ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി. അവിടെ അഷ്റഫ് അലിയെ നിർത്തി അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി. ആബിദ് ഹുസൈൻ തങ്ങൾ ഇപ്പോൾ പിന്നെ 2nd ടൈമോ 3rd ടൈമുമാണ്. ആബിദ് ഹുസൈൻ തങ്ങളുണ്ട്. മഞ്ഞളാംകുഴി അലിയുണ്ട്. മഞ്ഞളാംകുഴി അലിയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഏറനാട് MLA PK ബഷീറുണ്ട്, നമ്മുടെ സീതാജിയുടെ മകൻ. അപ്പോൾ ഇതിൽ നിന്ന് ആരെങ്കിലും ഒരാളെയും കൂടി മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സാധ്യത കൂടുതൽ. PK ബഷീറിന് പക്ഷേ മന്ത്രിയായിട്ടിരിക്കുന്നതിനേക്കാൾ പുള്ളി നിയമസഭാംഗമായിട്ടിരിക്കുന്ന രസം നമുക്ക് തമാശയൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ കഴിഞ്ഞു. അവിടെ നിന്ന് പാലക്കാടേക്ക്, അതായത് മലപ്പുറം ജില്ലയിൽ നിന്ന് ഈ പറഞ്ഞ പോലെ മുസ്ലിം ലീഗിന് 3 മന്ത്രിമാരുണ്ടാവും. അതോടൊപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്തും അനിൽകുമാറും മന്ത്രിമാരാകുകയാണെങ്കിൽ 5 പേരായി അവിടെ നിന്നുള്ള ആലോചിക്കണം. കാര്യം ഞങ്ങൾ മലപ്പുറം അങ്ങ് അടിച്ചുകൊണ്ട് പോകുകയല്ല. പിന്നെ MLA കൂടുതലുണ്ട്. പിന്നെ പാലക്കാട് ജില്ലയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഷംസുദ്ദീൻ മണ്ണാർക്കാട് എന്നുള്ള ഷംസു പിന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായിട്ട് മന്ത്രിസഭയിൽ ഉണ്ടാവും എന്നുള്ളതിനകത്ത് എനിക്ക് വലിയ സംശയമൊന്നുമില്ല. VT ബലറാം മന്ത്രിസഭയിൽ ഇടം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. VT ബലറാം. തുളസിയെ കൊണ്ടുവരണം ശ്രീകണ്ഠനും ഷാഫിക്കും പിന്നെ പ്രത്യേകിച്ചും മാങ്കൂട്ടത്തിനൊക്കെ ആഗ്രഹം ഉണ്ടാക്കി. വല്ല എന്നാലേ ശ്രീകണ്ഠൻ്റെ മാങ്കൂട്ടത്തിനെ രക്ഷപ്പെടുത്തി കൊടുക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് ആഗ്രഹങ്ങളുണ്ടെങ്കിലും തുളസി മന്ത്രിയാവാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. പ്രൊഫസർ K തുളസി അവരെ കോളേജിൽ പോലും ക്യാമ്പസിൽ പോലും അവരെക്കുറിച്ച് വലിയ അഭിപ്രായമൊന്നുമില്ല. നേരെ അവിടെ നിന്ന് നമ്മൾ തൃശ്ശൂരോട്ട് വരികയാണെങ്കിൽ തൃശ്ശൂർ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ കേരള കോൺഗ്രസ് മോൺസ് ഗ്രൂപ്പിന് ജോസഫ് ഗ്രൂപ്പിന്, ഇപ്പം മോൺസ് ഗ്രൂപ്പ് എന്നേ പറയാം, വായി വന്നത് സത്യമാണ് പറഞ്ഞത്. ഇപ്പം ജോസഫ് ഗ്രൂപ്പ് എന്ന് ഇനി പറയാൻ പറ്റത്തില്ല. മോൺസിന്റെ കയ്യിലാണ് നിയന്ത്രണം കിടക്കുന്നത്. മോൺസ് ഗ്രൂപ്പായത്. പിന്നെ തറ രാഷ്ട്രീയ കളികൾ കളിക്കാൻ ജോസഫിന് അത്ര അറിയത്തില്ല. അങ്ങനെയുണ്ട്. ആള് സാധുവാണ്. ആൾക്ക് പശുവിൻ്റെ അടുത്ത് പാട്ട് പാടി കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ പുള്ളിയെ ക്യാബിനറ്റിൽ എടുക്കേണ്ടതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മുന്നണി കൂട്ടിയിട്ട് പിന്നെ പിണറായി വിജയൻ. കാരണം അവിടെ ക്ലിഫ് ഹൗസിലെ പശുത്തൊഴുത്തി കൊണ്ടുപോയിട്ട് ഈ അവിടെ മ്യൂസിക് സിസ്റ്റം വെച്ചായിരുന്നു. അതിന് പകരം PJ ജോസഫിനെ കൊണ്ട് പാട്ട് പുള്ളിയുടെ പശുവിനെ അവിടെ ക്ലിഫ് ഹൗസ് കൊടുത്തിട്ടാണ് പോകുന്നത്. ആണോ? പിന്നെ പുള്ളി മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് അവിടെ പശുവിനെ വളർത്തുമായിരുന്നു. അതിനുശേഷം ഏറ്റവും കൂടുതൽ പുള്ളി ക്ലിഫ് ഹൗസിൽ കൊടുത്തിട്ടാണ് പിണറായി കൊടുത്തിട്ടാണ് പോകുന്നത്. എനിക്കൊന്നും അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രി. നമുക്കിവിടെ ചോദിക്കാം, പശുവിനൊക്കെ തരും, അതുപോലെ കിടാവിനെങ്കിലും തരും. പക്ഷെ പോത്തിനാണെങ്കിൽ ഒന്നുള്ള സുഖം. പക്ഷെ വളർത്തണോട്ടോ, അത് കുഴപ്പമില്ല. പോത്തിനാണെങ്കിൽ പിന്നെ നല്ലതാണ്. വിഷയം അതല്ല. വിഷയം ഇതിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ മോൻസിനെതിരെയുള്ള ചില സംഭവങ്ങളുണ്ടല്ലോ. അതൊരു വിവാദത്തിൽപ്പെട്ട് മോൻസിന് രാജിവെക്കേണ്ടി വരികയോ മോൻസിന് എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുകയോ ചെയ്തു കഴിഞ്ഞാൽ തോമസ് ഉണ്ണിയാടന് ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് മന്ത്രിസഭയിലോട്ട് തന്നെ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പു പരിഗണിക്കപ്പെടുള്ളൂ. മോൻസ് കയ്യാലപ്പുറത്തെ തേങ്ങയാണ്. അത് മന്ത്രിസഭയിലോട്ട് വീണാൽ മറ്റേ തേങ്ങയും പറക്കിയെടുത്തുകൊണ്ട് വരാം തോമസ് ഉണ്ണിയാടൻ എന്നുള്ളത്. അല്ല, അത്
ഇപ്പുറത്തോട്ടാണ് വീഴുന്നതെന്നുണ്ടെങ്കിൽ മോൻസിന് ചാടിക്കറി അപ്പുറത്തോട്ടിറങ്ങാം. തോമസ് ഉണ്ണിയാടൻ അല്ലാതെ പിന്നീട് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കോൺഗ്രസിൻ്റെ ആളായിട്ട് പരിഗണിക്കപ്പെടാം. മുൻ മേയറാണ് രാജൻ പള്ളത്തോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അവിടെ നിന്ന് പിന്നീട് മന്ത്രിസഭയിലേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള ആൾ സനീഷ് ജോസഫാണ്, നമ്മുടെ ചാലക്കുടി നിന്ന് ഉള്ള MLA. സനീഷ് ജോസഫിനെ കഴിഞ്ഞ സീനിയർ രാജൻപള്ളനാണ്. രാജൻപള്ളനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സനീഷ് സെക്കൻഡ് ടൈമാണ് ചാലക്കുടി നിയമസഭയിലേക്ക് വരുന്നത്. എന്നാൽ സനീഷ് വളരെ മാന്യനായ രാഷ്ട്രീയക്കാരനാണ്. എന്തൊക്കെ പറഞ്ഞാലും സനീഷ് കടുത്ത പരീക്ഷണത്തെ അഭിമുഖീകരിച്ചത് അവിടെ 2020 വരെ സ്ഥാനാർത്ഥിയെ നിർത്തിയായിരുന്നു. ചാർലിപ്പോളാണ് പോയി നിന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന വീണ്ടും അതിനെ അതിജീവിച്ചാണ് സനീഷ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു മിതത്വവും വിനയവും ആളുകളോട് പെരുമാറാനും അറിയാം. 3 തവണ തുടർച്ചയായിട്ട് പീഡിതവസി മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ്. ഏറ്റവും സുഹൃത്താണ്. അപ്പോൾ ഉമ്മൻചാണ്ടി കുടുംബത്തിൻ്റെ വളരെ, കാരണം കഴിഞ്ഞ ഇലക്ഷനിൽ ഇത്തവണയല്ല, അച്ചൂമ്മൻ വന്നിട്ട് പ്രചരണത്തിന് നേരിട്ട് പോയ അപൂർവ മണ്ഡലങ്ങളിലൊന്നായിരുന്നു. അപ്പം സനീഷ് അവിടെ നിന്ന് വരും എന്നുള്ളത് ഉറപ്പിക്കാം. പിന്നെ നേരെ ഇങ്ങോട്ട് എറണാകുളം ജില്ലയിലോട്ടും കടന്നു കഴിഞ്ഞാൽ ഒന്ന് VD സതീശൻ, സംശയമൊന്നുമില്ല. സജീന്ദ്രനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. VP സജീന്ദ്രനെ കുന്നത്തുനാടുന്ന് VP സജീന്ദ്രനെ ഉൾപ്പെടുത്തും. അതേപോലെ തൃക്കാക്കരയിൽ നിന്ന് ഉമാ തോമസിനെ ഉൾപ്പെടുത്താനുള്ള സാധ്യത ഞാൻ കുറവാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉമാ തോമസ് 3 വർഷം MLA ആയി, പിന്നെ അതിന് ശേഷമുള്ള ടൈമാണ്. PT തോമസിന് ഒരിക്കലും മന്ത്രിയാവാൻ പറ്റിയിട്ടില്ല. അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നുമല്ല അവർക്കുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ. അപ്പുറത്ത് ഷാനിമോൾ ഉസ്മാൻ ജയിച്ചിട്ടുണ്ട്. KK രമയ്ക്ക് എന്തായാലും മന്ത്രിസ്ഥാനം കൊടുക്കണം. സാധാരണ അതിൽ UDF മിനിസ്ട്രിയിൽ എല്ലാ കാലത്തും ഒരാളെ മന്ത്രിയാക്കാറുള്ളൂ. LDF മിനിസ്ട്രിയിലും അങ്ങനെ ആയിരുന്നു. അത് ചരിത്രത്തിൽ ആദ്യമായിട്ട് തിരുത്തുന്നത് 2016 മന്ത്രിസഭയിലാണ്. 2 പേരെ മന്ത്രിമാരാക്കി, മേഴ്സിക്കുട്ടി അമ്മയും ശൈലജ ടീച്ചറേയും. അത് 2021 ആയപ്പോൾ 3 വനിതാ മന്ത്രിമാരായി. ചിഞ്ചു റാണിയും പിന്നെ ബിന്ദുവും വീണ ജോർജും മന്ത്രിമാരായി. അപ്പം 3 പേരെ വരെ LDF പരിഗണിച്ച സ്ഥിതിക്ക് വീണ്ടും പഴയ 1 എന്നുള്ള നമ്പറിലേക്ക് UDF പോയി കഴിഞ്ഞാൽ അതൊരു ഒന്ന് തന്നെ 2011 അവർക്ക് ഇടാനില്ലായിരുന്നു. ആകെ കൂടെ ജയലക്ഷ്മി മാത്രമാണ്. പിന്നെ നിങ്ങളുടെ MLA വാടകയ്ക്ക് തരുമോ എന്നൊക്കെ ചോദിച്ച് LDFിൻ്റെ അടുത്ത് പോകാതിരുന്നത് ഭാഗ്യം. ഇല്ലെങ്കിൽ രാവിലെ പണിയായുധങ്ങൾ വാടകയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന പോലെ. ഞാൻ അർത്ഥത്തിലല്ല കേട്ടോ. ഇല്ല, ഞാൻ പറയാൻ വെച്ചാൽ മറ്റേ നമ്മുടെ ഷാനിമോൾ ഉസ്മാൻ മാത്രമല്ല, ബിന്ദുകൃഷ്ണൻ ജയിച്ചിട്ടുണ്ട്. 2 പേരും ബിന്ദുകൃഷ്ണേക്കാൾ വളരെ സൂപ്പർ സീനിയറാണ് ഷാനിമോൾ ഉസ്മാൻ. പിന്നെ ഇരിക്കാൻ പോകുന്നത് മന്ത്രിസ്ഥാനത്തോട്ടാ. മറ്റേ പിന്നെ ഇവിടെ പിന്നെ നിയമസഭയിലാണെന്നുണ്ടെങ്കിൽ ഒച്ചമ്പിളി ഉണ്ടാക്കാനും ബഹളം ഉണ്ടാക്കാനും തുണി മുക്കി കാണിക്കാനും ഒക്കെ പല MLA-മാരും അതിന് തയ്യാറായിട്ടുണ്ട്. ശിവൻകുട്ടി മാമൻ മുണ്ട് മടക്കി കുത്തിയെങ്കിൽ ബിന്ദുകൃഷ്ണ സാരി മടക്കി കുത്തും എന്നൊക്കെയുള്ള രീതിയിലേക്ക്. പക്ഷേ കുറച്ചുകൂടെ ഇരുത്തം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പം ഇച്ചിരി പാകതയൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം പിന്നെ മന്ത്രിസ്ഥാനത്ത് ക്യാബിനറ്റ് മെറ്റീരിയൽ എന്ന് പറയാൻ പറ്റുന്ന ഇതിനകത്ത് ഷാനിമോൾ ഉസ്മാനാണ്. വളരെ മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ലേഡിയാണ്. ആവശ്യമില്ലാത്ത ഒരു വാക്കുകൾ അവരെ വായിന്ന് വീഴാറില്ല. പക്വമായിട്ട് സ്ത്രീപക്ഷ നിലപാടുകളും ഉയർത്തിപ്പിടിക്കുന്നതാണ്. കപലപ്രസംഗത്തിൻ്റെ സ്റ്റൈലിൽ പ്രസംഗിക്കുന്നതല്ല. അപ്പം അങ്ങനെ വരുമ്പം KK രമേശ്, ഷാനിമോൾ ഉസ്മാനും വരുമ്പോൾ പിന്നെ ഉമാ തോമസിന് സ്പേസ് ഇല്ല. ഉമാ തോമസിന് ക്യാബിനറ്റിലേക്ക് പരിഗണിക്കപ്പെടില്ല. അങ്ങനെ വരുന്ന സമയത്ത് പിന്നീട് അവിടെ നിന്ന് വരാൻ ഉള്ള അല്ല, അവിടെ നിന്ന് ഉമാ തോമസ് വന്നില്ല എന്നുള്ളെങ്കിലും വേറെ കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു മാത്യു കുഴൽനാടനെ ചിലപ്പോൾ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. മാത്യു കുഴൽനാടനെ. അതോടൊപ്പം തന്നെ അനൂപ് ജേക്കബ് ക്യാബിനറ്റിലുണ്ടാവും. ഒറ്റ എങ്ങാണെന്നുണ്ടെങ്കിലോ സ്വാഭാവികമായിട്ട് വരും. ചിലപ്പോൾ 2.5 വർഷം ആക്കുമെന്ന് സംശയം. ചിലപ്പോൾ ഇനി അങ്ങനെ കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം പക്ഷേ അതിന് ഭൂരിപക്ഷം 42,000 ആണ്. കാലങ്ങളായിട്ട് എതിരാളികളില്ലാതെ അങ്ങനെ നിൽക്കുക. അതിന് പറ്റുന്ന എതിരാളികളെ അപ്പുറത്ത് നിർത്തുന്നതിൽ ഇടതുപക്ഷം തുടർച്ചയായിട്ട് പരാജയപ്പെടുന്നുമുണ്ട്. പിന്നെ അനൂപ് ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു പഞ്ചഭാവം തോന്നിയില്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കാലം ഞാൻ തന്നെ സിബിയോട് പറഞ്ഞില്ല. അതിന് ശേഷം ഇന്ന് വരെ ഞാൻ അനൂപിനെതിരെ അക്ഷരം പറഞ്ഞിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, നമുക്കൊരു മനുഷ്യമായിട്ട് ഇടപെട്ടൊക്കെ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പിന്നെ ആ നോട്ടത്തിൽ തന്നെ ഒരു യാചകന്റെ ഒരു ഭാവം ഉണ്ടായിരുന്നു. എന്നെ ഇനിയും ദ്രോഹിക്കല്ലേ എന്നുള്ള മട്ടിൽ ഒന്നും പറഞ്ഞില്ലേ പോലും. അപ്പം അത്രയും പിന്നെ അപ്പം ഒറ്റ ദിവസം നമ്മളുമായിട്ട് ഇടപെട്ടപ്പോൾ എനിക്കങ്ങനെ എൻ്റെ മനസ്സിലങ്ങനെ തോന്നിയെങ്കിൽ, പൊതുവെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്ന ഞാൻ എത്ര കാലത്തെ പരിചയമുള്ളവരോടും എൻ്റെ മനസ്സിൽ തോന്നിയെങ്കിൽ എന്നും കാണുന്ന വോട്ടർമാർക്ക് എന്ത് തോന്നി? തീർച്ചയായിട്ടും. അപ്പോൾ അവർ പെരുമാറ്റം, ബോഡി ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ. അപ്പം അനൂപ് പരിഗണിക്കപ്പെടും. പിന്നീട് അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ കുഴൽനാടൻ പരിഗണിക്കപ്പെടും എന്നുള്ള കാര്യം റീതിങ്ക് ചെയ്യേണ്ട വിഷയമാണ്. അനൂപ് ജേക്കബിനെ പരിഗണിക്കും. അനൂപ് ജേക്കബ് എനിക്കൊന്ന് ജാക്കോബിറ്റ് ആണോ ഓർത്തഡോക്സ് ആണോ? ജാക്കോബിറ്റ്. അങ്ങനെ ജാക്കോബിറ്റ് ആകുമ്പോൾ പിന്നെ മാത്യു കുഴൽനാടനെ പരിഗണിക്കത്തില്ല. കാരണം സാമുദായിക അപ്പം ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു വിഷയമുണ്ട് അതിനകത്ത്. പക്ഷേ എൽദോസ് കുന്നപ്പള്ളി പെരുമ്പാവൂർ നിന്ന് മത്സരിച്ച് ജയിച്ചിരുന്നെങ്കിൽ യാക്കോബായ സഭ ഔദ്യോഗികമായിട്ട് മന്ത്രിയാക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ നിന്ന് പിന്നെ അപ്പം അനൂപ് ജേക്കബിന്റെ സജീന്ദ്രന്റെ കാര്യം നമ്മൾ പറഞ്ഞു. VD സതീശനുണ്ട്. മാത്യു കുഴൽനാടൻ്റെ ഒക്കെ സാധ്യതകളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഉമാ തോമസിന്റെ സാധ്യത നമ്മൾ എന്നേക്കുമായിട്ട് അടച്ചും കളയും. കോട്ടയത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ മോൻസ് ജോസഫ്, പിന്നെ ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിന്റെ ലീഡറായിട്ടുള്ള മോൻസ് ജോസഫ് മന്ത്രിയൊക്കെയാവും. പിന്നെ എത്ര കാലത്തേക്കാവും എന്നൊക്കെ ഉള്ളതൊക്കെ കണ്ടറിയാം. ഓക്കെ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രി അല്ലെങ്കിൽ സ്പീക്കറാണ്.
അതിൽ സംശയമൊന്നുമില്ല. സ്പീക്കർ സ്ഥാനമായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യാന്നല്ലോ. കാരണം പുള്ളിയുടെ പാർലമെൻ്ററി അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടും പിന്നെ പുള്ളിയേക്കാൾ ജൂനിയറായ ആളുകളുടെ കീഴിൽ അവരെക്കാളും അപ്രസക്തമായ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ അകത്തുള്ള ശരികേടും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന ഒരാളെന്നുള്ള രീതിയിൽ അദ്ദേഹം സ്പീക്കർ ആവാനാണ് സാധ്യത. ചാണ്ടി ഉമ്മൻ നിർബന്ധമായിട്ടും മന്ത്രിസഭയിലുണ്ടാവും. അപ്പോൾ ആൾക്കാരെല്ലാം ചാണ്ടി ഉമ്മനെ ട്രോളിക്കൊണ്ടിരുന്നത് എന്ത് പറഞ്ഞാലും അപ്പ 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൻ മരിച്ചതിൻ്റെ സഹതാപ തരംഗത്തിലാണ് 37,000 വോട്ടിന് ജയിച്ചെന്ന്. 52,000 വോട്ടിന് ജയിച്ചു. മര്യാദയ്ക്ക് ഒരു ഫ്ലെക്സ് വെച്ചിട്ടില്ല, ഒരു സാധനമില്ല, കുട്ടിക്കലാശമില്ല, ഒരു ആഘോഷമില്ല, ഒന്നുമില്ലാതെ. ഇതൊരു ചാണ്ടി ഉമ്മൻ്റെ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. ഈ തെരഞ്ഞെടുപ്പ് ചാണ്ടി ഉമ്മനിലൂടെ കേരളത്തിന് നൽകുന്ന വലിയ സന്ദേശമുണ്ട്. ഇത്രയും കോടികളൊന്നും മുടക്കണ്ട. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെച്ചിട്ടുള്ള ലിമിറ്റ് ചെയ്തിട്ടുള്ള ബജറ്റിനകത്തുനിന്ന് പോലും പൈസ ബാക്കിയാക്കി കാണും ചാണ്ടി ഉമ്മൻ. അവിടെയാ രസം. മറ്റേത് 10-25 കോടി ഒരു നിയമസഭാ സീറ്റിന് വേണ്ടി മുടക്കിയ ആൾക്കാരുണ്ടല്ലോ സിബി, നമുക്കറിയാമല്ലോ. തീർച്ചയായിട്ടും അത്രയും. അത് ചാണ്ടി ഉമ്മൻ ഒന്നുമില്ല. ചാണ്ടി ഉമ്മൻ എന്തായാലും ആർക്കും പൈസ കൊടുത്ത് വോട്ട് പിടിക്കാൻ പോയെന്നോ അതിനു വേണ്ടി ചുമതലപ്പെടുത്തിയെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല. കാരണം ചാണ്ടി ഉമ്മൻ്റെ ഒരു ചാണ്ടി ടച്ച് ഉണ്ടായിരുന്നു ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ്. അപ്പോൾ ചാണ്ടി ഉമ്മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണ്ടി ഉമ്മനോട് ക്രഷാണ് ഇപ്പം പിള്ളേർക്കെല്ലാം. എൻ്റെ സിവിക്കൂടെ അറിയാവുന്ന സെലിബ്രിറ്റികളായിട്ടുള്ള പെൺകുട്ടികൾ എന്നോട് കണ്ടിട്ടുണ്ട്. ചേട്ടാ ഒന്ന് കണക്ട് ചെയ്ത് തരുമോ, ഒന്ന് കണക്ട് ചെയ്യോ, ഒന്ന് ലിങ്ക് ചെയ്യോ. അപ്പം എനിക്ക് ബ്രോക്കർ എന്നുള്ള പേര് വീഴും. അല്ല വീഴാനും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ ഇതെല്ലാം കഴിയട്ടെ, ഞാൻ നിന്നെക്കുറിച്ച് ഞാൻ പോസിറ്റീവായിട്ട് പറഞ്ഞു കൊടുക്കാം എന്നുള്ളത് കൊണ്ടുണ്ട്. അപ്പം ഇങ്ങനെ പല പെമ്പിള്ളേരും വരെ സമീപിച്ചിട്ടുണ്ട്. പലരും സംസാരിച്ചിട്ടുണ്ട്. സമീപിക്കുകയല്ല, സംസാരത്തിനിടയിൽ കൂടെ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം അതൊന്നും ഞാൻ എന്താണെന്നും പറയുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ ചാണ്ടി ഉമ്മൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക നമുക്ക് തന്നെ അട്രാക്ഷൻ തോന്നില്ല ചാണ്ടി ഉമ്മൻ്റെ. തീർച്ചയായിട്ടും. പിന്നെ മാണി സി കാപ്പൻ ക്യാബിനറ്റിൽ വരും. കാരണം ഒറ്റ അങ്ങനെയുള്ളെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ടേം സാധ്യതയുണ്ട്. അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും ഒക്കെ 2.5 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വീതിച്ചു കൊടുക്കാനുള്ള സാധ്യത. കെ രമയുടെ കാര്യത്തിൽ ചിലപ്പോൾ ഒരു ഫുൾ ടൈം കൊടുക്കാനും സാധ്യതയുണ്ട്. മറ്റവർക്ക് 2.5. ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും അങ്ങനെ ഒറ്റക്കക്ഷി ഉണ്ടോ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2.5. സി പി ജോണിനൊക്കെ ഫുൾ ടൈം കൊടുക്കേണ്ടതാണ്. ഫുൾ ടൈം കൊടുക്കേണ്ടത് ഒറ്റ MLA ആണെങ്കിലും. ഇവർക്ക് 2 പേർക്കൂടെ വേണമെങ്കിൽ 2.5 കൊടുക്കാന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. 5 വർഷം കൊണ്ട് ചെയ്യേണ്ടതല്ല ഒരു 2 വർഷം കൊണ്ട് ചെയ്തോളൂ. അതിനൊക്കെ വിദഗ്ധരാണ് മാണി സി കാപ്പനൊക്കെ. അതൊക്കെ സാമ്പത്തിക സ്ഥിതി എല്ലാം സുസ്ഥിരമാക്കിക്കോളും. അപ്പം അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ ആലപ്പുഴ ജില്ലയിലോട്ടാണ് പോകുന്നത്. കോട്ടയം കഴിഞ്ഞ് ആലപ്പുഴ ജില്ലയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ തന്നെ പറയുമ്പം നമ്മൾ പറഞ്ഞ പോലെ മോൻസിന് എന്തെങ്കിലും ഒരു മങ്ങലേക്കുന്ന ചില സാധനങ്ങൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൂനും ചാൻസ് ഇല്ലായികയില്ല. ഓക്കെ, ഒരു 2 പദവി അവർക്ക് കൊടുക്കും. ഒന്നും മന്ത്രിസ്ഥാനവും ആലപ്പുഴയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല എന്തായാലും മന്ത്രിസഭയിലുണ്ടെന്നുള്ള കാര്യം ഉറപ്പായി. ഷാനിമോൾ ഉസ്മാന്റെ കാര്യം നമ്മൾ ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. എം ലിജു ആദ്യമായിട്ട് നിയമസഭയിൽ എത്തുകയാണെങ്കിലും ഈ പറഞ്ഞ സിദ്ദിഖിനേക്കാളും ഈ പറഞ്ഞ ആര്യാടൻ ഷൗക്കത്തിനേക്കാളോ ഈ പറഞ്ഞ സനീഷ് ജോസഫിനേക്കാളോ മറ്റുള്ളവരെക്കാളോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ പരാമർശിച്ച പല ആളുകളെക്കാൾ കൂടുതൽ സംഘടനാ രംഗത്ത് നല്ല കഴിവുള്ളൊരു ചെറുപ്പക്കാരനാണ്. സെക്രട്ടറി ആയിരുന്നു, അതുപോലെ DCC പ്രസിഡന്റ് ആയിരുന്നു, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ഗ്രൂപ്പുകൾക്ക് അതീതമായിട്ട് വന്നിട്ടുള്ള ആളാണ്. അത് വായിന്നൊരു വെല്ലുവിളിയുടെ സ്വരം, ഒരാവശ്യമില്ലാത്ത വാക്കൊന്നും ഇല്ലാത്ത മാന്യനായ ഒരു രാഷ്ട്രീയക്കാരൻ. നമ്മളെ കൊല്ലത്തെ CR മഹേഷിന്റെ കാര്യം പറഞ്ഞു, വളരെ ഡീസൻറ്റ്. ചാണ്ടി ഉമ്മൻ്റെ കാര്യം പറഞ്ഞ പോലെ അങ്ങനെ 2-3 പേരെന്ന് പറഞ്ഞാൽ ഡീസൻറ്റ് പൊളിറ്റീഷ്യൻസ്. അവരെയൊക്കെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ നഷ്ടമാണ്. അപ്പോൾ എം ലിജുവിനെ പോലുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മന്ത്രിയാകെ ഇരിക്കാനോ ആളൊക്കെ മുഖ്യമന്ത്രി ആകുമ്പോൾ യോഗ്യനാന്നേ, അതിനുള്ള ശേഷിയുണ്ട്. അപ്പം അതുമല്ല പണ്ട് ഇവിടെ തോറ്റു, അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്പലപ്പുഴയെ കൊണ്ടുപോയിട്ട് അമ്പലപ്പുഴയെ തോറ്റു കഴിഞ്ഞപ്പോൾ 5 വർഷത്തോടെ കേന്ദ്രീകരിച്ചു നിന്നു. അവസാനം കിളവന് വട്ടുപിടിച്ച് വന്നപ്പോൾ കിളവനെ പിടിച്ചിട്ട് ഇതിനെ കായംകുളത്തോട്ട് തട്ടി. വളരെ വൈകാരികമായിട്ടൊരു ഘട്ടത്തിൽ കരഞ്ഞും പോയിട്ടുണ്ട്. പ്രതിഭയും കരഞ്ഞു. പ്രതിഭയെക്കുറിച്ച് അതുപോലെ ഈ കാര്യം വിവരക്കേട് പറഞ്ഞിട്ട്. 2 പേരും നല്ലവരായിരുന്നു. വളരെ അവർ തമ്മിൽ മാന്യമായിട്ടല്ലാത്തൊരു പരസ്പരം ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട്. പരസ്പരം ഒരു പൊതുവേദി വിളിച്ച് കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പം എം ലിജുവിനെ പോലെ ഒരാളെന്നൊക്കെ പറഞ്ഞാൽ ക്യാബിനറ്റിലേക്ക് വരാൻ യോഗ്യനായിട്ടുള്ള ആളാണ് എം ലിജു. കൊല്ലത്തെത്തി കഴിഞ്ഞാൽ ഒന്ന് PC വിഷ്ണുനാഥ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. PC വിഷ്ണുനാഥ് തീർച്ചയായിട്ടും മന്ത്രിസഭയിൽ ഉൾപ്പെടേണ്ടതാണ്. ബിന്ദു കൃഷ്ണ വരത്തില്ല. കാരണം ഷാനിമോൾ ഉസ്മാൻ അവിടെ നിൽക്കുമ്പോൾ അതിനെ മറികടന്നുകൊണ്ട് ബിന്ദു കൃഷ്ണനെ കൊണ്ടിരുന്നതിനകത്ത് ഒരു ചെറുകേടില്ലായ്മയുണ്ട്. ബിന്ദു കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി തോൽവികളും അനുഭവിച്ചതാണ്. ജില്ലാ പഞ്ചായത്തിലേക്ക് സ്വന്തം ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് തോറ്റാണ്.
പിന്നെ ചാത്തന്നൂരിൽ നിന്ന് മത്സരിച്ച് തോറ്റതാണ്, പിന്നെ കൊല്ലത്ത് വന്ന് തോറ്റതാണ്, പിന്നെ എന്തായാലും ഇപ്പം പാവം ജയിച്ചു. അത് തന്നെ സുനാമിയിൽ തിരയിൽ അടിച്ചു കയറി പോകുന്നു. പുള്ളിക്കാരി ഇപ്പൊ സ്പേസിലാണ് ഇരിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരി ആ സുനാമിക്കകത്ത് രക്ഷപ്പെട്ടു പോകുന്നു. പിന്നെ അതുമല്ല പിന്നെ ഈ മറ്റേ വാക്സ് മുകേഷിന്റെ കയ്യിലിരിപ്പിന്റെയും കൊള്ളരുതായ്മയുടെയും ഫലവും കൂടെ പിന്നെ നിലവിലെ LDF സ്ഥാനാർത്ഥി അനുഭവിച്ചിട്ടുണ്ട്. ഈ CR മഹേഷ് എങ്ങനെയായിരിക്കും? CR മഹേഷ് കരുനാഗപ്പള്ളിയിൽ 2016 തോറ്റു. 5 വർഷം മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. 2021 അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു. CR മഹേഷ് എപ്പോഴും ജനങ്ങൾക്കിടയിലുണ്ട്. അതിൻ്റെ ഇടയിൽ ആവശ്യമില്ലാത്തൊരു പണി കാണിച്ചു രാഹുൽ മാങ്കുട്ടത്തിൻ്റെ വീട്ടിൽ. അത് പിന്നെ ഒരുമിച്ച് സഹപ്രവർത്തകരായിരുന്നതല്ലേ. ഞാൻ എന്തെങ്കിലും വൃത്തികേട് കാണിച്ചിട്ട് ഞാൻ പിന്നെ ജയിൽവാസമൊക്കെ അനുഭവിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞാലും അതുവഴി പോകുമ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഒന്ന് കയറും, ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ട് പോകും. അപ്പോൾ ഒരു ഫോട്ടോ എടുത്തുനിന്ന് വരും, അവർ ചിലപ്പോൾ ഇട്ടെന്ന് വരും. അതൊക്കെ ഒരു സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. നമ്മളതിനെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിനെ വലിയ ഇഷ്യൂ ആക്കണ്ട. അന്ന് എനിക്ക് പെട്ടെന്ന് വൈകാരികതയൊക്കെ തോന്നിയായിരുന്നു, എന്നാൽ തന്നെ വലിയ ഇഷ്യൂ ആക്കണ്ട. മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം മഹേഷിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ മഹേഷ് പിന്നീട് അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. മഹേഷ് അടിത്തട്ടിൽ എപ്പോഴും സജീവമാണ്. മഹേഷ് ഡൗൺ ടു എർത്താണ്. മനുഷ്യർക്ക് പെരുമാറാനും ഇടപെടാനും കഴിയുന്ന ഒരു രീതിയിലാണ്. ഏതൊരു മനുഷ്യനോട് ഞാനൊരു MLA, ഞാൻ വലിയ സംഭവമൊന്നുമല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മഹേഷിൻ്റെ ഒരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കണ്ടു, വീഡിയോ കണ്ടു. മഹേഷിൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ടൂർ പോവുക, കൂടെയുള്ള പിള്ളേരെ എല്ലാം കൂട്ടും, അവരുടെ കൂട്ടുകാരെ എല്ലാം മൊത്തം കൂട്ടിയിട്ട് ഒരു 10-30 പിള്ളേരെയും കൊണ്ടാണ് യാത്ര പോയേക്കുന്നത്. അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ പിന്നെ ഈ വേനലവധി ആസ്വദിക്കുമ്പം അങ്ങനെ സ്വന്തം മാതാപിതാക്കൾക്ക് കൊണ്ടുപോകാനൊന്നും പറ്റുന്ന ചിലപ്പോൾ അതിന് പറ്റുന്ന സാമ്പത്തിക ചിലവ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരായിരിക്കും. അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വരുന്നതിനേക്കാൾ അവർക്ക് കൂട്ടുകാരുടെ കൂടെ തന്നെ അവിടെ പോകുന്നതിനകത്തായിരിക്കും ഇഷ്ടം എന്നുള്ളതുണ്ടാവാം. അതുകൊണ്ട് മഹേഷ് ഇങ്ങനെയുണ്ട്. മഹേഷ് വല്ല സ്കൂളിലെ ഹെഡ് മാഷുള്ളവരിങ്ങനെ ഒരു മൂലയ്ക്ക് പോയി, സ്കൂളിലെ ഹെഡ് മാഷെ പോലെ അല്ല, പിയൂണിനെ പോലെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ വണ്ടിയിലെ സഹായിയെ പോലെ പിള്ളേരിങ്ങനെ അറമാതിക്ക് അടിച്ചു പൊളിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പോയി ആ വീഡിയോ. അപ്പം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും കണ്ണെത്തുന്ന ഒരു മനുഷ്യപ്പറ്റുള്ള ഒരാളാണ് മഹേഷ്. മഹേഷിനെ കുറിച്ച് കൊല്ലത്തുനിന്നുള്ള കോൺഗ്രസ്സുകാരായിട്ടുള്ള ആൾക്കാർ പോലും നല്ലതല്ലാതെ മോശമായിട്ടൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നെയുള്ള പത്തനംതിട്ട ജില്ലയെന്ന് മന്ത്രിയാക്കാൻ പറ്റിയ മുതലുകളൊന്നുമില്ല. സീനിയർ നേതാവ് എന്ന് പറയുന്നത് പഴകുളം മധുവാണ്, പക്ഷേ മന്ത്രി ക്യാബിനറ്റിലേക്ക് പറ്റിയ ആൾക്കാരുമില്ല. പത്തനംതിട്ട ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 MLA-മാരേ ഉള്ളൂ. ഇപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഒരു മന്ത്രി ഇല്ലെന്ന് കണ്ട് പ്രത്യേകിച്ച് സംഭവിക്കാനില്ല. വേറെ ഏതെങ്കിലും 2-3 മന്ത്രിമാരുള്ള ജില്ലയിൽ നിന്ന് ഒരാൾക്ക് ആ ജില്ലയുടെ ചുമതല കൊടുക്കുക. ജില്ലകൾക്ക് ചുമതല കൊടുക്കുന്ന ഒരു കീഴ്വഴക്കം കുറേ കാലമായിട്ടുണ്ട്. അത് കൊടുത്താൽ മതി. 5 MLA-മാരേ ഉള്ളൂ. പിന്നെ അബിൻ വർക്കിയെ പോലെ വളരെ പിന്നെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു MLA അവിടെ നിന്ന് വരുന്നുണ്ട് ആ ജില്ലയിൽ നിന്ന് തന്നെ. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നേരെ നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവുക. തിരുവനന്തപുരത്ത് ശക്തൻ അവിടെയുണ്ട്. ശക്തന് പ്രായമായെങ്കിലും ശക്തി ചോർന്നിട്ടില്ല എന്നുള്ളത്. ശക്തൻ സ്പീക്കർ ആവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീക്കർ തിരുവഞ്ചൂർ അല്ലെങ്കിൽ പിന്നീട് ശക്തനാണ് സാധ്യത. പിന്നെ ശബരി തോറ്റുപോയിട്ടില്ലെങ്കിൽ ശബരി മന്ത്രിസഭ വരുമായിരുന്നു. ശബരിയുടെ സീറ്റിൽ കൊണ്ടുവന്നിട്ട് ആ VS ശിവകുമാർ തോറ്റുപോയത് നന്നായി. ഇല്ലെങ്കിൽ ആ കുരിശും മന്ത്രിസ്ഥാനത്തോട്ട് ക്ലെയിം ചെയ്തേനെ. എന്തായാലും അവിടെ തോറ്റുപോയത് നന്നായി. ആ സ്റ്റീഫൻ ജയിച്ച ഭാഗ്യമായി. മുരളീധരൻ ക്യാബിനറ്റിലേക്ക് എന്തായാലും തീർച്ചയായിട്ടും ഉൾപ്പെടേണ്ടതാണ്. ശക്തനുണ്ട്, മുരളീധരനുണ്ട്, CP ജോൺ ഉണ്ട്. കോവളത്തെ വിൻസെന്റിനെ ഇനി തള്ളിക്കളയാൻ പറ്റുമോ? പക്ഷെ വിൻസെന്റിനെ പരിഗണിക്കത്തില്ല. പക്ഷേ വിൻസെന്റിന്റെ തുടർച്ചയായിട്ട് 4ാമത്തെ തവണ ആയിരിക്കും, പക്ഷെ പരിഗണിക്കത്തില്ല. മറ്റേ കേസും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് CP ജോണിനെ അവിടെ നിന്ന് പരിഗണിക്കുന്നുണ്ട്. CP ജോൺ എന്തായാലും ഫിനാൻസ് മിനിസ്റ്റർ ആകുക വേണ്ടി ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ. കോൺഗ്രസ് അതൊന്നും വിട്ടുകൊടുക്കത്തില്ല. പക്ഷെ അതാണ് കാരണം അവിടെ ഈ CB ഇവരിങ്ങനെ ഇറങ്ങിപ്പോയപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത ഉണ്ടാക്കി വെച്ചിട്ട് ഇറങ്ങിപ്പോയിരിക്കുന്ന ബാലഗോപാലല്ല കേട്ടോ. ബാലഗോപാലിനെ ഞാൻ കുറ്റം പറയത്തില്ല. ബാലഗോപാൽ അവിടെ കാവലിരിക്കുന്നു പറഞ്ഞുള്ളൂ. പുള്ളിക്ക് പിന്നെ ഗജരാവിന് പുള്ളി കാവലിരുന്നുകൊണ്ടിരുന്നു. ഇവർ ചായക്കകത്ത് ഉറക്ക ഗുളിക കലക്കി കൊടുത്തിട്ട് പുള്ളി ഉറങ്ങിപ്പോവും. പുള്ളി ഉറങ്ങുന്ന നേരത്തെ എല്ലാം ബാക്കിയുള്ളവരെല്ലാം വന്നായി വേണ്ട എല്ലാം എടുത്തോണ്ട് പോയി. ഖജനാവ് നിറയ്ക്കാനുള്ള എല്ലാ വിദ്യയും VD സതീശൻ്റെ കൈവശമുണ്ട്. VD സതീശൻ്റെ കൈവശം കള്ളവണ്ടടിക്കേണ്ടി വരും. അപ്പോൾ എന്തായിരുന്നാലും അല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. എന്തായിരുന്നാലും ഇതാണ് സാധ്യത. നമ്മൾ ഈ പറഞ്ഞ ഈ 21 അംഗം മന്ത്രിസഭ, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, പിന്നെ ചീഫ് വിപ്പ് 24 പദവിയിലേക്കാണ് ആളുകളെ പറഞ്ഞത്. നമ്മൾ പറഞ്ഞതിനകത്ത് ചില സാധ്യതകൾ പറഞ്ഞപ്പോൾ 2-3 പേരുടെ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലതും മാറിയിട്ടുണ്ട്. എന്നാൽ തന്നെ ഒരു ക്ലാസിക് മന്ത്രിസഭ നിലവിലെ സ്ഥിതിയിലുള്ള MLA-മാരിൽ നിന്നും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഇതാണ്.